ഇറാനുമായുള്ള യുദ്ധത്തിന് സമയപരിധി നിശ്ചയിക്കില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. യുദ്ധം പകുതി ദൂരത്തിലധികം പിന്നിട്ടിരിക്കുന്നുവെന്നും ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം ആഭ്യന്തര തകർച്ച നേരിടുമെന്നും നെതന്യാഹു പറഞ്ഞു. അമേരിക്കൻ മാധ്യമമായ ന്യൂസ്മാക്സിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു തന്റെ നിലപാട് വ്യക്തമാക്കിയത്. യുദ്ധത്തിന്റെ പുരോഗതി സമയത്തെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് നിശ്ചയിച്ച സൈനിക ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വിലയിരുത്തുന്നതെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇറാന്റെ സൈനിക വ്യവസായ മേഖലകൾക്കും ആണവ പദ്ധതികൾക്കും കനത്ത ആഘാതം സൃഷ്ടിക്കാൻ കഴിഞ്ഞതായി അദ്ദേഹം അവകാശപ്പെട്ടു. ഇറാന്റെ ആണവായുധ നിർമ്മാണ ശേഷിയും മിസൈൽ കരുത്തും ഗണ്യമായി കുറയ്ക്കാൻ ഇസ്രായേൽ US സഖ്യത്തിന് സാധിച്ചു. ഇറാന്റെ വ്യവസായ അടിത്തറയും ആണവ കേന്ദ്രങ്ങളും തകർക്കുന്ന ഘട്ടം പൂർത്തിയാകാറായതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിലെ നിലവിലെ ഭരണകൂടം ആഭ്യന്തര സമ്മർദ്ദം മൂലം തകരുമെന്ന് നെതന്യാഹു പ്രത്യാശയും പ്രകടിപ്പിച്ചു. എന്നാൽ നിലവിൽ ഇറാന്റെ സൈനിക ശേഷി തകർക്കുന്നതിനാണ് മുൻഗണന നൽകുന്നത്. യുദ്ധം ഒരു മാസം പിന്നിടുമ്പോൾ ഏകദേശം 15 അമേരിക്കൻ സൈനികരും 7 ഇസ്രായേൽ സൈനികരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ ഭാഗത്ത് ആയിരക്കണക്കിന് റവല്യൂഷണറി ഗാർഡുകളും ഉന്നത ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. യുദ്ധം തുടങ്ങിയ ശേഷം ഇറാൻ 400-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടെങ്കിലും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിൽ 92% തകർത്തു.